ഹൈറേഞ്ചിലെ റോഡുകൾക്ക് അനുയോജ്യമല്ലാത്ത മിനി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തുന്ന മിനി ബസ്സുകളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ തുടർക്കഥയായതോടെ ഇത്തരം ബസ്സുകൾക്ക് ഹൈറേഞ്ചിൽ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നു. അവധി ആഘോഷങ്ങൾക്കായി ഇടുക്കി മലയോരത്തേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്ന ഘട്ടങ്ങളിൽ റോഡ് അപകടങ്ങളും പതിവായി മാറിയിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മിനി ബസ്സുകളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. ഇത്തരം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയകനാലിനു സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട 2 പേർക്ക് ജീവൻ നഷ്ടമായി. രൂപമാറ്റം വരുത്തി കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച ഇത്തരം ബസ്സുകൾ കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ഓരോ വർഷവും ഇത്തരം ബസ്സുകൾ ഹൈറേഞ്ചിലെ റോഡുകളിൽ അപകടത്തിൽപ്പെടുകയും ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 14 കുത്തുങ്കലിന് സമീപം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി. 2025 ഓഗസ്റ്റിലും ഇതേ റോഡിൽ മിനി ബസ് അപകടത്തിൽപ്പെട്ട് അപകടമുണ്ടായിട്ടുണ്ട്. റോഡിനെ കുറിച്ചുള്ള പരിചയക്കുറവും വേഗതയുമാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിലെ റോഡുകൾക്ക് അനുയോജ്യമല്ലാത്ത ഇത്തരം വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വിദഗ്ധരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.